Hi all. Today we are going to study about the topic elements of cache design. Okay, so cache memory principle നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഇനി എന്താണ് ഇതിനകത്ത് ക്യാഷ് ഡിസൈനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ എലമെന്റ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ആർക്കിടെക്ചേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ കീ എലമെന്റ്സ്. ക്യാഷ് അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് ലോജിക്കൽ എന്നും ഫിസിക്കൽ എന്നും കാറ്റഗറൈസ് ചെയ്യാം. ക്യാഷ് അഡ്രസ്സസ് വെച്ചിട്ട് ലോജിക്കൽ, ഫിസിക്കൽ. ക്യാഷ് സൈസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഏത് സ്മോൾ സൈസ് ആണോ, ലാർജ് സൈസ് ആണോ, അല്ലെങ്കിൽ ഏത് സൈസാണ് നമ്മൾ ക്യാഷിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ മാപ്പിംഗ് ഫംഗ്ഷൻ, ഡയറക്റ്റ് അസോസിയേറ്റീവ്, സെറ്റ് അസോസിയേറ്റീവ് പോലുള്ള മാപ്പിംഗ് ഫംഗ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് അൽഗോരിതംസ് ഉണ്ട്. ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലീസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ്, റാൻഡം. സോ റീപ്ലേസ്മെന്റ് അൽഗോരിതംസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് റൈറ്റ് പോളിസി തന്നെ രണ്ട് തരത്തിലുണ്ട്, റൈറ്റ് ത്രൂവും റൈറ്റ് ബാക്കും. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ ക്യാഷിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? അത് ലൈൻ സൈസ്, അതുപോലെ നമ്പർ ഓഫ് ക്യാഷസ്, സിംഗിൾ ആണോ, 2 ലെവൽ ആണോ, മൾട്ടി ലെവൽ ആണോ, യൂണിഫൈഡ് ആണോ, സ്പ്ലിറ്റ് ആണോ, അങ്ങനെ പല രീതിയിലുള്ള കുറേ കീ എലമെന്റ്സ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ക്യാഷ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് വൺ ക്യാഷ് അഡ്രസ്സസ്. ക്യാഷ് അഡ്രസ്സസിന്റെ ബേസിൽ നമുക്ക് രണ്ട് രീതിയിലാണ് ക്യാഷിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. വെർച്വൽ ക്യാഷും ഉണ്ട്, ഫിസിക്കൽ ക്യാഷും ഉണ്ട്. വെർച്വൽ ക്യാഷ് ആൻഡ് ഫിസിക്കൽ ക്യാഷ്. സോ ഫസ്റ്റ് നമുക്ക് ഫിസിക്കൽ ക്യാഷ് അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്രസ്സസ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് പ്രോസസ്സറിന് ആവശ്യമായിട്ടുള്ള മെമ്മറി പ്രോസസ്സർ നേരിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് ആക്ച്വൽ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് തന്നെയാണെങ്കിൽ അതിനെ ഫിസിക്കൽ അഡ്രസ്സസ് എന്ന് പറയും. ഓക്കെ, അതായത് പ്രോസസ്സർ ജസ്റ്റ് ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സസ് മെയിൻ മെമ്മറി അഡ്രസ്സസ് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിനെ ഫിസിക്കൽ അഡ്രസ്സസ് എന്ന് പറയും. അല്ലാതെ ലോജിക്കൽ അഡ്രസ്സസ് ജനറേറ്റ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം ഫിസിക്കൽ മെമ്മറി ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയത്തില്ല, റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൊക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോജിക്കൽ അഡ്രസ്സസ് ആണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ വെർച്വൽ മെമ്മറി അഡ്രസ്സസ് എന്ന് പറയും. സോ ഈ ഫിസിക്കൽ അഡ്രസ്സ് ആണോ ക്യാഷിന് നമ്മൾ ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ ഫിസിക്കൽ ക്യാഷ് എന്നും, ലോജിക്കൽ അഡ്രസ്സസ് ആണ് വെർച്വൽ മെമ്മറി അല്ലെങ്കിൽ ക്യാഷിനെ നമ്മൾ ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ വെർച്വൽ ക്യാഷ് അല്ലെങ്കിൽ ലോജിക്കൽ ക്യാഷ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ വെർച്വൽ ക്യാഷിന്റെ ഡയഗ്രാം നോക്കാം. അതായത് പ്രോസസ്സർ ജസ്റ്റ് അഡ്രസ്സസ് ജനറേറ്റ് ചെയ്യുന്നു. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അഡ്രസ്സസ് പ്രോസസ്സർ ജനറേറ്റ് ചെയ്യുമ്പോൾ അത് ലോജിക്കൽ അഡ്രസ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ ലോജിക്കൽ അഡ്രസ്സിനെ ഒരു മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് ഉണ്ട്, ഒരു ഹാർഡ്വെയർ യൂണിറ്റ് ഉണ്ട്. ആ ഹാർഡ്വെയർ യൂണിറ്റ് ആണ് കറസ്പോണ്ടിങ് ഫിസിക്കൽ അഡ്രസ്സസ് ആയിട്ട് മാറ്റുന്നത്. ആ ഫിസിക്കൽ അഡ്രസ്സസ് ഫോർ മെയിൻ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ്. സപ്പോസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ലോജിക്കൽ അഡ്രസ്സസ് വെച്ചിട്ട് തന്നെയാണ് ക്യാഷിൽ നിന്നും ഡേറ്റ ആക്സസ് ചെയ്യുന്നതെങ്കിൽ അതിനെ വെർച്വൽ ക്യാഷ് എന്ന് പറയും. സോ പ്രോസസ്സറിന്റെയും എം എം യു എന്ന് പറഞ്ഞാൽ മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റിന്റെയും ഇടയിലാണ് ക്യാഷ് മെമ്മറി നമ്മൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതിനെ വെർച്വൽ ക്യാഷ് എന്ന് പറയും. സോ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പീഡ് വളരെ കൂടുതലായിരിക്കും. സ്പീഡ് അതായത് ഹാർഡ്വെയർ യൂണിറ്റിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് സ്പീഡായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റ ക്യാഷിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റും. മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റിൽ നിന്നും ഒരു അഡ്രസ് കൺവേർഷന്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ലോജിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്ത് ആ ലോജിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് കറസ്പോണ്ട് ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്തിട്ട് ആ ഫിസിക്കൽ അഡ്രസ്സാണ് നമ്മൾ ക്യാഷിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഫിസിക്കൽ ക്യാഷ് എന്ന് പറയും. അതായത് മെയിൻ മെമ്മറിക്കും അഡ്രസ്സിനും, അതായത് മെയിൻ മെമ്മറി ആക്സസ് ചെയ്യാനും ക്യാഷ് ആക്സസ് ചെയ്യാനും നമ്മൾ മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് ഡിറ്റർമിൻ ചെയ്ത് തന്ന ഫിസിക്കൽ അഡ്രസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഫിസിക്കൽ ക്യാഷ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിസിക്കൽ ക്യാഷും വെർച്വൽ ക്യാഷും. ദെൻ വെർച്വൽ ക്യാഷിന്റെ ഫിസിക്കൽ ക്യാഷിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണെന്ന് നോക്കാം. ഇപ്പോൾ വെർച്വൽ ക്യാഷിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? പ്രോസസ്സർ ഡേറ്റ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യുവാണ്, ഏതിലോട്ട് പോവാതെ മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റിലൊന്നും പോവാതെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്നത് കൊണ്ട് ഫാസ്റ്റർ ആക്സസ് ആയിരിക്കും, സ്പീഡ് കൂടുതലായിരിക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ സെയിം വെർച്വൽ അഡ്രസ്സസ് തന്നെ നമ്മൾ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുവാണെങ്കിൽ ഏതാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്രസ്സ്, ഇപ്പൊ ക്യാഷിൽ യൂസ് ചെയ്യുന്ന അഡ്രസ്സ് ഏത് ആപ്ലിക്കേഷൻ്റെതാണെന്ന് അറിയാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഓരോ തവണയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓരോ പുതിയ ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോഴും ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ സെയിം വെർച്വൽ അഡ്രസ്സസ് ഡിഫറെന്റ് ആപ്ലിക്കേഷൻസിന്, കാര്യം നമുക്ക് വെർച്വൽ അഡ്രസ്സസ് ആണ് പ്രോസസ്സർ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എപ്പോഴും. അപ്പോൾ ആ വെർച്വൽ അഡ്രസ്സസ് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിന് സെയിം അഡ്രസ്സ് തന്നെയായിരിക്കും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ക്യാഷ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, റിഫ്രഷ്, ഓരോ ആപ്ലിക്കേഷൻ മാറുന്നതിനനുസരിച്ച് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ. അതുപോലെ തന്നെ ക്യാഷ് സൈസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ ക്യാഷിൻ്റെ സ്പീഡ്, ഡേറ്റ സ്പീഡ് അല്ലെങ്കിൽ ക്യാഷ് മെമ്മറിയുടെ സ്പീഡ് വളരെ കൂടുതലായതുകൊണ്ട് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആവറേജ് കോസ്റ്റ് പെർ ബിറ്റ് നമ്മൾ കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, അത് മെയിൻ മെമ്മറിയോട് അടുത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും സ്മോൾ ആയിട്ടുള്ള ക്യാഷ് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ ക്യാഷ് സൈസ് ഷുഡ് ബി സ്മോൾ ഇനഫ് സോ ദാറ്റ് ആവറേജ് കോസ്റ്റ് പെർ ബിറ്റ് ക്ലോസ് ടു ദാറ്റ് ഓഫ് മെയിൻ മെമ്മറി ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ആക്സസ് സ്പീഡ് കൂടുതലാകാൻ വേണ്ടിയിട്ട്, ആവറേജ് ആക്സസ് ടൈം ക്ലോസ് ടു ദാറ്റ് ഓഫ് ക്യാഷ് തന്നെ ആകാൻ വേണ്ടിയിട്ട് ലാർജ് ഇനഫും ആയിരിക്കണം. ഓക്കെ. അപ്പോൾ സ്മാൾ ഇനഫ് ടു ദാറ്റ് ഓഫ് എന്തായിരിക്കണം, ആവറേജ് കോസ്റ്റ് പെർ ബിറ്റ് മെയിൻ മെമ്മറി ആയിട്ട് അടുത്തിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്മോൾ ആയിരിക്കണം. അതുപോലെ തന്നെ ലാർജ് ഇനഫ് സോ ദാറ്റ് ദ ആവറേജ് ആക്സസ് ടൈം ഈസ് ക്ലോസ് ടു ദാറ്റ് ഓഫ് ക്യാഷ് അലോൺ. അപ്പോൾ ആ രീതിയിൽ വേണം ക്യാഷിൻ്റെ സൈസ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ. ദെൻ മെയിൻ മെമ്മറിയും ക്യാഷ് മെമ്മറിയും തമ്മിലുള്ള ഡിഫറൻസസും എന്തൊക്കെയാണ്, അതിനകത്ത് മെമ്മറി ലൊക്കേഷൻസിൽ വരുന്ന വ്യത്യാസമൊന്നും നോക്കാം. സോ മെയിൻ മെമ്മറി നമ്മൾ കൺസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ, മെയിൻ മെമ്മറിയെ നമ്മൾ ബ്ലോക്സ് ആയിട്ടാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഒരു ബ്ലോക്കിനകത്ത് നമുക്ക് സം നമ്പർ ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ സം നമ്പർ ഓഫ് ബൈറ്റ്സ് ഓഫ് ഇൻഫോർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഈ മെയിൻ മെമ്മറി കൺസെപ്റ്റിനകത്ത് നോക്കാം, ബ്ലോക്ക് 0 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് വേർഡ്സ്, സോ കെ വേർഡ്സ് ആണ് ഇവിടെ അസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതുപോലെ നെക്സ്റ്റ് ബ്ലോക്ക് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ കെ ബ്ലോക്സ് കാണും. അങ്ങനെ എത്ര ബ്ലോക്സ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ ഈ മെയിൻ മെമ്മറിയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻറ്റു ഒരു ബ്ലോക്കിനകത്തുള്ള നമ്പർ ഓഫ് വേർഡ്സ്. സോ കെ വേർഡ്സ് ആണ്, എം ബ്ലോക്സും ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് എം ഇൻറ്റു കെ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് പറയാൻ പറ്റും, എം എന്ന് പറയുന്നതാണ് നമ്മുടെ നമ്പർ ഓഫ് ബ്ലോക്സ് എങ്കിൽ എം എന്ന് പറയുന്നതാണ് നമ്മുടെ നമ്പർ ഓഫ് ബ്ലോക്സ് ആൻഡ് നമ്മുടെ നമ്പർ ഓഫ് അഡ്രസ് ബിറ്റ്സ് എൻ ആണെന്ന് വിചാരിക്കുക. എൻ ബിറ്റ് അഡ്രസ്സസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ലൊക്കേഷൻസ് എന്ന് പറയുന്നത് 2n ആയിരിക്കും. 0 മുതൽ 2n-1 വരെ ടോട്ടൽ നമ്പർ ഓഫ് ലൊക്കേഷൻസ് എന്ന് പറയുന്നത് 2n ആയിരിക്കും. സോ ഈ 2n നമ്മൾ എന്ത് ചെയ്യുവാണ്, കെ എന്ന് പറയുന്നത് ഒരു ബ്ലോക്കിനകത്തുള്ള നമ്പർ ഓഫ് വേർഡ്സ് ആണ്. സോ 2n കെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് ബ്ലോക്സ് കിട്ടും. സോ m is equal to 2n/k. ഓക്കെ. അപ്പോൾ ഇതാണ് മെയിൻ മെമ്മറി. അപ്പോൾ മെയിൻ മെമ്മറിക്കകത്ത് n ബിറ്റ് അഡ്രസ്സസ് വെച്ചിട്ടാണ് ഓരോ ലൊക്കേഷനെയും നമ്മൾ ആക്സസ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ലൊക്കേഷൻസ് എന്ന് പറയുന്നത് 2n ഫ്രം 0 to 2n-1 ആൻഡ് ഒരു ബ്ലോക്കിനകത്തുള്ള നമ്പർ ഓഫ് വേർഡ്സ് k ആണെങ്കിൽ നമ്പർ ഓഫ് ബ്ലോക്സ്, ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ് m is equal to 2n/k ബ്ലോക്സ് ആയിരിക്കും മെയിൻ മെമ്മറിക്കകത്ത്. ഓക്കെ. അപ്പോൾ ബ്ലോക്കുകളായിട്ടാണ് നമ്മൾ മെയിൻ മെമ്മറിയിൽ നിന്നും ക്യാഷ് മെമ്മറിക്കകത്തോട്ട് നമ്മൾ ലൊക്കേഷൻസ് അല്ലെങ്കിൽ ബ്ലോക്ക് ഇൻഫോർമേഷനെ നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ക്യാഷ് മെമ്മറിയെ നമ്മൾ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ക്യാഷിനകത്ത് നമ്മൾ ക്യാഷ് ലൈൻസ് എന്നാണ് പറയുന്നത്. മറ്റിടത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് പോലെ ഇവിടെ ക്യാഷ് ലൈൻ എന്നാണ് പറയുന്നത്. ഒരു ക്യാഷ് ലൈനകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് മെയിൻ മെമ്മറിയിലുള്ള നമ്പർ ഓഫ് ബ്ലോക്സിന് ഈക്വൽ ആണ്. നമ്പർ ഓഫ് വേർഡ്സിന് ഈക്വൽ ആണ്. ഓക്കെ. ഒരു ക്യാഷ് ലൈനിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് മെയിൻ മെമ്മറിയിലുള്ള നമ്പർ ഓഫ് വേർഡ്സിന്, ബ്ലോക്കിലുള്ള നമ്പർ ഓഫ് വേർഡ്സിന് ഈക്വൽ ആണ്. ഓക്കെ. അപ്പം പക്ഷേ നമ്പർ ഓഫ് ക്യാഷ് ലൈൻസ് എന്ന് പറയുന്നത് ക്യാഷ് മെമ്മറിക്ക് കുറവായിരിക്കും. കാര്യം സൈസ് കുറവായതുകൊണ്ട് നമ്പർ ഓഫ് ലൈൻസ്, ക്യാഷ് ലൈൻസ് എന്ന് പറയുന്നത് ക്യാഷ് മെമ്മറിക്ക് കുറവായിരിക്കും. അതുപോലെ തന്നെ ഒരു ടാഗ് ഫീൽഡ് നമ്മൾ വെച്ചിട്ടുണ്ടാവും ക്യാഷിൻ്റെ കൂടെ തന്നെ. ഓരോ ക്യാഷ് ലൊക്കേഷനിലും അസോസിയേറ്റ് ചെയ്ത് ഒരു ടാഗ് ഫീൽഡ് കാണും. ഈ ടാഗ് ഫീൽഡ് പറയുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറിക്കകത്തുള്ള ഏത് ബ്ലോക്കാണ് ഈ പർട്ടിക്കുലർ ക്യാഷ് ലൈനിൽ ഇരിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാഗ് ഫീൽഡ് നമ്മൾ വെച്ചിരിക്കുന്നത്. കാര്യം മെയിൻ മെമ്മറിക്കകത്തുള്ള നമ്പർ ഓഫ് ബ്ലോക്സ് എന്ന് പറയുന്നത് ക്യാഷിനകത്തുള്ള ക്യാഷ് ലൈനിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഒരിക്കലും ഓരോ ബ്ലോക്കിനും, മെയിൻ മെമ്മറിയിലുള്ള ഓരോ ബ്ലോക്കിനും ക്യാഷ് ലൈനിലും ഓരോ പർട്ടിക്കുലർ ക്യാഷ് ലൈൻ നമ്പർ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം
ഓവർ ദ ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ബ്ലോക്ക് ഇരിക്കുന്ന സ്ഥലത്ത് നെക്സ്റ്റ് വേറൊരു ബ്ലോക്ക് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഒരു ക്യാഷ് ലൈനിനകത്ത് ഒരു ബ്ലോക്ക് ഇരിക്കുന്ന സ്ഥലത്ത് ആ സെയിം ക്യാഷ് ലൈനിൽ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ വേറൊരു ബ്ലോക്ക് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ടാഗ് ഫീൽഡ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് മെയിൻ മെമ്മറിക്കകത്തുള്ള ഏത് ബ്ലോക്കാണ് ഈ ക്യാഷിനകത്ത് അസൈൻ ചെയ്തിരിക്കുന്നത് ബൈ ദാറ്റ് ടൈം. ഓക്കെ, അപ്പൊ ക്യാഷ് മെമ്മറിക്കകത്ത് ഇത് പറയുന്നത് പോലെ എം ബ്ലോക്സ്, ഇവിടെ സ്മോൾ ലെറ്റർ എം ആണ്, മറ്റിടത്ത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എം ആണ് പറഞ്ഞത്, അവിടെ നമ്പർ ഓഫ് ബ്ലോക്സ് കൂടുതലാണ്. ഇവിടുത്തെ എം എന്ന് പറയുന്നത് ക്യാഷ് ലൈൻസ് അല്ലെങ്കിൽ ഓരോ ലൈനായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. സോ എം ബ്ലോക്സ്, ഓക്കെ, അതിനെ നമ്മൾ ലൈൻസ് എന്നാണ് പറയുന്നത്. ആ സ്മോൾ ലെറ്റർ എം ആണ്. ഓരോ ലൈനിലും നേരത്തെ പറഞ്ഞതുപോലെ കെ വേർഡ്സ്, ആ കെ സെയിം തന്നെയാണ്. മെയിൻ മെമ്മറിക്കകത്തും ക്യാഷ് മെമ്മറിക്കകത്തും കെ സെയിം തന്നെയാണ്. അതായത് മെയിൻ മെമ്മറിയിലുള്ള ഒരു ബ്ലോക്കിനകത്തിരിക്കുന്ന നമ്പർ ഓഫ് വേർഡ്സും ക്യാഷ് ലൈനിലിരിക്കുന്ന നമ്പർ ഓഫ് വേർഡ്സും സെയിം തന്നെയാണ്. പക്ഷേ എം ലെസ് ദാൻ ക്യാപിറ്റൽ എം ആയിരിക്കും. സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് ലെസ് ദാൻ ക്യാപിറ്റൽ എം ആയിരിക്കും. ഓക്കെ, അതായത് നമ്പർ ഓഫ് ക്യാഷ് ലൈൻസ് ലെസ് ദാൻ നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ മെയിൻ മെമ്മറി ആയിരിക്കും. ഓക്കെ, ഇനി മെയിൻ മെമ്മറി കപ്പാസിറ്റി എന്താണെന്ന് കൂടെ നോക്കാം. ഇതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് മെമ്മറി അഡ്രസ് മാപ്പിംഗ് ഫംഗ്ഷൻ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സപ്പോസ് ദെയർ ആർ 16 ബിറ്റ്സ് ഫോർ അഡ്രസ്സിങ് എ മെയിൻ മെമ്മറി ലൊക്കേഷൻ. ഒരു മെയിൻ മെമ്മറിയിലെ ലൊക്കേഷനെ ആക്സസ് ചെയ്യാനായിട്ട് 16 ബിറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് അഡ്രസ്സസ് ഓർ ലൊക്കേഷൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2⁻16 ആയിരിക്കും. ഓക്കെ, ഒരു അഡ്രസ് അല്ലെങ്കിൽ ഒരു ലൊക്കേഷനെ നമ്മൾ ആക്സസ് ചെയ്യാൻ 16 ബിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് അഡ്രസ്സസ് ഓർ ലൊക്കേഷൻസ് എന്ന് പറയുന്നത് 2⁻16 ആയിരിക്കും. സ്റ്റാർട്ടിംഗ് ഫ്രം എങ്ങനെയായിരിക്കും? 0 0 0. ആദ്യം എല്ലാ ബിറ്റ്സും 0 ആയിരിക്കും. പിന്നെ എന്തായി? 1 ആയി. അടുത്ത 0 0 0 0 1 0 വരും, 1 1 വരും, അടുത്ത 1 0 0 വരും, 1 0 1 വരും, അപ് ടു 0 മുതൽ ഏത് വരെ വരും? ഫുൾ വൺസ് ആകുന്നത് വരെ. ഇത്രയും ലൊക്കേഷൻസ് ആണ്. ഇത് ഇത്രയും ടോട്ടൽ നമ്പർ ഓഫ് ലൊക്കേഷൻസ് എന്ന് പറയുന്നത് 2⁻16 ആയിരിക്കും. 0 മുതൽ 2⁻16 -1 ആയിരിക്കും ഫൈനൽ വാല്യൂ. ഓക്കെ, അപ്പൊ ഇത്രയും ലൊക്കേഷൻസ് ആണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ അതിന്റെ മെമ്മറി കപ്പാസിറ്റി, അതായത് ഒരു ലൊക്കേഷനിൽ 1 ബൈറ്റ് ഓഫ് ഇൻഫോർമേഷൻ ആണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ, അതിന്റെ മെയിൻ മെമ്മറി കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ ലൊക്കേഷൻസ് എത്രയാണ്? 2⁻16 ഇൻറ്റു 1 ബൈറ്റ്. 1 ബൈറ്റ് എന്ന് പറയുന്നത് ഒരു ലൊക്കേഷനിൽ വെക്കാൻ പറ്റുന്നത്. അപ്പോൾ 2⁻16 ലൊക്കേഷൻസ് ഉണ്ട്, അത്രയും ബൈറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രയാണ്? 64 KB ആയിരിക്കും 16 ബിറ്റ് അഡ്രസ് ലൈൻസ് ഉള്ള ഒരു മെയിൻ മെമ്മറിയുടെ മെമ്മറി കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ സപ്പോസ് 20 ബിറ്റ്സ് ആണ് അഡ്രസ് ബിറ്റ്സ് എന്ന് വിചാരിക്കാം. ഓക്കെ, അഡ്രസ് ബിറ്റ്സ് 20 ബിറ്റ്സ് ആണ്. ഒരു ബൈറ്റ് ഇൻഫോർമേഷൻ ആണ് ഒരു ലൊക്കേഷനിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മെമ്മറി കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 ബിറ്റ്സ് അഡ്രസ് ലൈൻസ് ആകുമ്പോൾ നമ്പർ ഓഫ് ലൊക്കേഷൻസ് എത്രയാണ്? 2⁻20 ഇൻറ്റു 1 ബൈറ്റ്. അപ്പോൾ എത്ര വരും? 1 MB. 1 MB എങ്ങനെ വന്നു? 2⁻10 എന്ന് പറയുന്നത് 1K ആണ്, 2⁻20 എന്ന് പറയുന്നത് 1 M ആണ്, പിന്നെ 1 ബൈറ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ 1 MB ആയിരിക്കും ടോട്ടൽ മെമ്മറി കപ്പാസിറ്റി. 20 ബിറ്റ്സ് അഡ്രസ് ലൈൻസ് ഉള്ള ഒരു മെയിൻ മെമ്മറിയുടെ കപ്പാസിറ്റി 1 ബൈറ്റ് ഓഫ് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ കപ്പാസിറ്റി 1 MB ആയിരിക്കും. സപ്പോസ് 30 ബിറ്റ്സ് ആണ് അഡ്രസ് ബിറ്റ്സ് എന്ന് വിചാരിക്കുക. ഇഫ് അഡ്രസ് ബിറ്റ്സ് നമ്പർ ഓഫ് അഡ്രസ് ലൈൻസ് 30 ബിറ്റ്സ് ആണ്, 2 ബൈറ്റ്സ് ഓഫ് ഇൻഫോർമേഷൻ ആണ് ഒരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ടോട്ടൽ മെമ്മറി കപ്പാസിറ്റി എത്രയായിരിക്കും? നമ്പർ ഓഫ് ലൊക്കേഷൻസ് 2⁻30 ഇൻറ്റു 2 ബൈറ്റ്. ഓക്കെ, അപ്പോൾ 2⁻10 1K, 2⁻20 1 MB, 2⁻30 എന്ന് പറയുന്നത് 1 GB വരും. ഓക്കെ, ഇൻറ്റു 2 ബൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 2 GB ആയിരിക്കും ആ മെമ്മറിയുടെ മെമ്മറി കപ്പാസിറ്റി. എത്ര ലൈൻസ് ഉണ്ടെങ്കിൽ? 30 ബിറ്റ്സ് ഉള്ള ഒരു മെയിൻ മെമ്മറിയുടെ വിത്ത് 2 ബൈറ്റ്സ് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുവാണ് ഒരു ലൊക്കേഷനിലെങ്കിൽ അതിന്റെ മെമ്മറി കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 GB ആയിരിക്കും. ഓക്കെ, സോ ബാക്കി നെക്സ്റ്റ് ഡേ.